ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് വീട്മാറ്റ് വിരിക്കുന്ന ഒരു പരിപാടിയിലേക്ക് മാറുകയാണ്. വീട്മാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുല്ല് കയറാതെ, നമ്മൾ കൃഷി സ്ഥലത്ത് പുല്ല് കയറാതെ ഇരിക്കാനുള്ള ഒരു മാർഗം. അത് നമുക്ക് അതിൻ്റെ വില ഏകദേശം ഒരു 40 രൂപ 50 രൂപ ഒരു മീറ്റർ നമുക്ക് വരുള്ളൂ. അത് 1.5 മീറ്ററിൻ്റെ ഉണ്ട്, അത് 2 മീറ്ററിൻ്റെ ഉണ്ട്, 4 മീറ്റർ ഉണ്ട്. അങ്ങനെ പല രീതി. അതിൻ്റെ വീതി കൂടുന്നതോടെ വിലയ്ക്ക് മാറ്റം വരും. നമ്മൾ ആവറേജ് വാങ്ങിക്കുന്ന ഒരു 1.5 മീറ്ററിൻ്റെ വീതിയുള്ള വാങ്ങിക്കാറ്. അതിന് ഏകദേശം നമുക്കൊരു 45-50 രൂപ വില വരുള്ളൂ. വീട്മാറ്റ് ബ്ലാക്ക് കളറുള്ളത്, ഒരു നീല വരയൊക്കെയുള്ളത്, അതാണ് വീട്മാറ്റ് എന്ന് പറഞ്ഞാൽ. പുല്ല് കയറാതിരിക്കാൻ പറ്റും. അത് വിരിക്കാനുള്ള, അത് വിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആണി പോലെ സാധനം നമ്മൾ വെക്കാറുണ്ട്. ഇത് പറന്ന് പാണ്ട് കല്ല് കയറ്റി വയ്ക്കാൻ പറ്റില്ല, അപ്പോൾ ആണി വയ്ക്കും. അതിന് പകരം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് അഴ കെട്ട ഈ സ്റ്റേ വയർ വലിച്ചു കെട്ടാൻ കമ്പി മേടിക്കാറുണ്ട്, വണ്ണം കുറഞ്ഞ്. ആ കമ്പി ഞാൻ വാങ്ങിച്ചു കൊണ്ട് വച്ചിട്ട്, ഇതാണ് ഈ കമ്പി. ഇത് മുറിച്ചെടുത്ത് നമ്മൾ പിന്നുണ്ടാക്കും, വളച്ച്. ആ പിന്നുണ്ടാക്കുന്നത് നമുക്ക് കാണാം. വീട്മാറ്റ് നമ്മൾ വിരിക്കാനുള്ള കമ്പി മുറിച്ചെടുക്കുക. ഒരു 10-15 ഇഞ്ച് നീളം മതി. ഇത് നമ്മൾ പിന്നിൽ വെച്ച് മുറിക്കും. നമ്മൾ ഈ പിന്നിൽ വെച്ച്, നമ്മൾ ഈ വാർത്തക്കാരൊക്കെ വളയ്ക്കുന്ന ഒരു പിന്നായത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. ഈ പിന്നിൽ വെച്ച് വളച്ചെടുക്കാം കേട്ടോ. എന്താ ഇത് കുത്തിയാഴെ ഇറക്കിയാൽ മതി. ഇത് 2 തലയ്ക്ക് ഒരേപോലെ ഇരിക്കാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് വളയ്ക്കുമ്പോൾ ഇപ്പം മാർക്ക് ചെയ്ത് വലിക്കാനൊക്കെ താമസം പിടിക്കും. ഇതിപ്പോൾ വളച്ചെടുക്കും. ഒരെണ്ണം ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് പൊടിഞ്ഞു ഇതാണ്. നമുക്കിങ്ങനെ ഇത് കുറച്ച് നീളമുള്ള, ഇതിൻ്റെ 20 രൂപ വില പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് ഒത്തിരി അടിക്കുമ്പോൾ ഒടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ പിന്നെ ആണി കിട്ടും. ആണിയൊക്കെ പിന്നെ ഓരോന്നും കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു പോയാൽ വാഷൊക്കെ മേടിക്കണം. അതിന് പകരം ഇതിന് പകരം ഇതാണ് നമുക്ക് വളച്ചെടുക്കാം. കുറേ കമ്പി ഒരു കിലോയ്ക്ക് 80 രൂപ വിലയുള്ളത്. അതൊരു 5 കിലോ മേടിച്ചു വെച്ചാൽ ഇഷ്ടംപോലെ കുത്താം. അപ്പോൾ നമ്മൾ വീട്മാറ്റ് വിരിക്കാനുള്ള ഇത് ആണിയൊക്കെ വളച്ച് റെഡിയാക്കി വെച്ചു. റെഡിയാക്കി നമുക്ക് ഇനി, അപ്പോൾ ഇതിൻ്റെ എന്നാ വെച്ചാൽ, നമ്മൾ അത് ഈ നേരത്തെയൊക്കെ നമ്മൾ എന്തെങ്കിലും പഴയ നേരത്തെ നമ്മൾ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ഈ കലമില്ലാന്ന് വലിച്ചെറിയും. അപ്പം നമുക്കിതൊന്നും കിട്ടില്ല ഒരായുധം. അപ്പോൾ ആ പണി വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ കുറേ ഷീറ്റുകളൊക്കെ നമുക്ക് സോമിൽ കുറേ ബാക്കി വന്നൊക്കെയാണ് അവിടെ. ആ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് ഇത് വെച്ച് ഒരു നല്ലൊരു വെൽഡിങ്ങാരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചപ്പോൾ എടുത്തു വെച്ചാൽ നമുക്ക് എല്ലാം ഇത് വച്ച് നമുക്ക് വന്ന് കയറിയാൽ മതി. കയ്യും വീശി വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ വെൽഡിങ് മെഷീൻ ഉൾപ്പെടെ നമ്മൾ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളെ വിളിച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം കഴിയുന്നവർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ.